നാമത്തിലുള്ള സ്നേഹവന്ദനം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവവചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അത് വലിയ വിടുതലായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കർത്താവിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം കഴിഞ്ഞ ചില നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഏകദേശം അവസാന ഭാഗത്തോളം എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ വരുന്ന ഒരു ദിവസത്തെ കൂടെ ക്ലാസ് കൊണ്ടോ ഈ യാക്കോബിൻ്റെ ലേഖനം മുഴുവൻ തീർക്കുവാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് ദീർഘക്ഷമയോടെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. നമ്മുടെ ഹൃദയം സ്ഥിരമാക്കണം. കാര്യം ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിലൂടെയൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മറന്നു പോകരുത്, നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതും നമ്മുടെ നന്മയും എല്ലാം ഇവിടം കൊണ്ട് തീരുന്നതല്ല, അത് വരും ലോകത്തിൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യണം. അതുപോലെ നമ്മുടെ ഹൃദയം നമ്മൾ സ്ഥിരമാക്കി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് പരാതി പറയുന്നവരും മറ്റുള്ളവരെ വിധിക്കുന്നവരൊന്നുമായി തീരാതെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുള്ള, നമുക്ക് മുന്നമേ കടന്നുപോയിട്ടുള്ള പ്രവാചകന്മാരെയും അവരുടെ ജീവിതത്തെയും ഒക്കെ നമ്മൾ ഓർക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് 12-ാമത്തെ വാക്യം മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്: വിശേഷ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. ഇത് ദൈവമക്കളുടെ വാക്കിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വാക്കല്ലേ മാറ്റാൻ പറ്റത്തുള്ളൂ, വേറെ എന്തെങ്കിലും മാറ്റാൻ പറ്റുകയില്ലല്ലോ എന്നുള്ള ഒരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മാറ്റാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് പറഞ്ഞതായിരിക്കണം. അപ്പോൾ ഇവിടെ ഒന്നാമത് പറയുക, സ്വർഗത്തെക്കുറിച്ചോ ഭൂമിയെക്കുറിച്ചോ ഒന്നിനെയും ചൊല്ലി സത്യം ചെയ്യരുത്. ചില ആളുകൾ പല കാര്യത്തെ ചൊല്ലി സത്യം ചെയ്യാറുണ്ട്. നമ്മൾ ചിലർ പറയും ദൈവത്താണ് എന്ന് പറഞ്ഞ് ദൈവത്തെ കൂട്ടുപിടിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചൊല്ലി ചിലർ സത്യം ചെയ്യുന്നവരുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളാണ്, ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ തൊണ്ടയുടെ സൗണ്ട് വളരെ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഐ ഫൈൻഡ് ഇറ്റ് റിയലി ഹാർഡ്. സോ സത്യം നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് ഇവിടെ പറയുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം. What does that mean? We have to keep our word no matter what happens to us. നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ വാക്കുകൾ അത് വാക്കായിരിക്കണം. അതിന് വ്യത്യാസം വരുവാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ കർത്താവിൻ്റെ നാമം പേറുന്ന ആളുകളാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം വായിക്കുമ്പം പെർഗമോസിലെ സഭയെക്കുറിച്ച് ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പം അവരെക്കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്: നിങ്ങൾ വളരെ പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങൾ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ നാമത്തിന് ദോഷം വരുന്ന ഒരു കാര്യവും അവർ ഇടപെട്ടില്ല. ആ നാമം അവർ മുറുകെ പിടിച്ചിരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന നമ്മുടെ കർത്താവ് അവരുടെ ജീവിതത്തിൽ സത്യമായിരുന്നു എന്നുള്ളത് അവരുടെ വാക്കിലും ക്രിയയിലും എല്ലാം അവർ കാണിച്ചു. കർത്താവ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ നാമം മുറുകെ പിടിച്ചിരുന്നു. അവരോട് പറയുക, നിങ്ങളുടെ ഇടയനായിരുന്ന അല്ലെങ്കിൽ അന്തിപ്പാസിൻ്റെ നാളിൽ പോലും, അദ്ദേഹത്തെ കൊന്ന സമയത്ത് പോലും നിങ്ങൾ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു.
അപ്പം ദൈവമക്കളാകുന്ന നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ വാക്ക് അത് നമ്മൾ പറയുന്നത് ഉവ്വ എന്നും ഇല്ല എന്നും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയണം ഉവ്വ് എന്ന് പറഞ്ഞാൽ അത് ഉവ്വ് എന്നായിരിക്കണം. യെസ് എന്ന് പറഞ്ഞാൽ യെസ് ആയിരിക്കണം. നോ എന്ന് പറഞ്ഞാൽ നോ ആയിരിക്കണം. ഇത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരാൾ വിചാരിക്കും നമ്മൾ ഏതെങ്കിലും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതൊക്കെയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പം നമ്മൾ കർത്താവിൻ്റെ നാമം പറയുന്നത് ഓക്കെ ആണോ. ചിലർ പറയും യേശുവാണ് സത്യം എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇത് ഒരു ലൈഫ് സ്റ്റൈലിനെ കാണിക്കുന്നതാണ്. നമുക്കറിയാം ചില ആളുകളുണ്ട്, അവരെക്കുറിച്ച് പറയുമ്പം ആളുകൾ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. എന്താ എൻ്റെ കാരണം? പല നാളുകളായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു ഡിസിപ്ലിനാണ്. പറയുന്ന വാക്ക് അതേപടി കീപ്പ് ചെയ്യുക. സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അങ്ങനെയുള്ളവരായ യഹോവയുടെ സന്നിധി വസിക്കുന്നത്. അപ്പം അത് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് കർത്താവിനെയാണ്. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുന്ന കർത്താവല്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, മാറ്റമില്ലാത്ത ദൈവമായതുകൊണ്ട് നമ്മളും അതേപടി ചെയ്യണം. അപ്പം ഇത് നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, പഴയ കാലയളവിൽ ക്രിസ്തീയ സഭ പീഡനത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ഈ ദൈവമക്കളെക്കുറിച്ച് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർക്കുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ വിശ്വസ്തരാണ്. അവരെ ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റും. അവരൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാണ്, അവരതിൽ നിന്ന് മാറുകയില്ല എന്നുള്ള ഒരു സാക്ഷ്യം അന്നത്തെ ദൈവമക്കൾക്കുണ്ടായിരുന്നു. അപ്പം നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സാക്ഷ്യത്തിന് ആവശ്യമുണ്ട്. നമ്മളത് ചെയ്യേണ്ടതാണ്. എനിക്കറിയാം ഈ കാര്യത്തെക്കുറിച്ച് അനേക ചോദ്യങ്ങൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നെനിക്കറിയാം. ബട്ട് വി വിൽ ആൻസർ ദോസ് തിങ്സ് ആഫ്റ്റർവേർഡ്സ്. അപ്പം നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വാക്ക്, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. I wish I could stay a little longer there, but still I wanted to go forward, and I may not use the whole time today because I'm having a discomfort, just speaking. അടുത്ത പറഞ്ഞേക്ക, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. അപ്പം എന്താ ഇങ്ങനെ പറഞ്ഞേക്കുന്നതിൻ്റെ കാരണം? നമുക്കറിയാം, ഈ ആളുകളോട് യാക്കോബ് അപ്പോസ്തലൻ സംസാരിക്കുമ്പോൾ അവർ പീഡയുടെ നടുവിലൂടെ കടന്നു പോവുകയാണ്. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോവുക. അപ്പം അവരോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ആ വിഷയത്തിനുള്ള നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഇതൊക്കെയല്ലേ ആദ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരുന്നൊരു കാര്യം. പക്ഷെ കഷ്ടതയുടെ നടുവിൽ നിൽക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കഷ്ടതയുടെ നടുവിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ കഷ്ടതകളും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറുപടി ലഭിക്കത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തനായ ഒരു ദൈവദാസനായിരുന്നു ഡോക്ടർ നബീൽ ഖുറേഷി എന്ന് പറയുന്ന ആ ഭക്തനായ മനുഷ്യൻ. ഒരു പാകിസ്ഥാനി മുസ്ലിം ആയിരുന്നു. എന്നാൽ താൻ കർത്താവിനെക്കുറിച്ച് കേൾക്കുവാനും കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും താൻ അറിഞ്ഞ നാൾ മുതൽ കർത്താവിന് വേണ്ടി വളരെ ശക്തമായി നിൽക്കുവാനും ആ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചു. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന് വേദ അല്ലെങ്കിൽ തിയോളജിയിൽ
ഡോക്ടറേറ്റുകൾ ഉണ്ടായിരുന്നയാളായിരുന്നു. അദ്ദേഹം വളരെ ജ്ഞാനമുള്ള ഒരു അപ്പോളജിസ്റ്റ് ആയിരുന്നു. അയാൾ സംവാദം ചെയ്യുകയും വളരെ ശാന്തമായി നല്ല രീതിയിൽ ദൈവവചനത്തെ ഭംഗിയായ ആളുകളിൽ എത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നാശത്തിന് വേണ്ടി ഇസ്ലാമിക മതത്തിലുള്ള അനേക ആളുകൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വളരെ സത്യവും അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹം ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലിൽ അനേക നാളുകൾ കിടക്കുവാനൊക്കെ ഇടയായി. എൻ്റെ ഒരു തോന്നലിൽ ഈ ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ലഭിച്ച മനുഷ്യൻ അദ്ദേഹമായിരിക്കും. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന മില്യൺ കണക്കിന് ആളുകളുണ്ട്. ആളുകളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഞാൻ വാച്ച് ചെയ്യുക വളരെ പതിവായിരുന്നു. വളരെ ക്ഷീണിത അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ താൻ ആളുകളോട് സംസാരിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. എല്ലാവരും ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ മരണം അദ്ദേഹത്തെ കീഴടക്കി. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ഓരോ ദിവസവുമുള്ള തൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ആ മനുഷ്യൻ ക്രിസ്തുയേശുവിൽ ഓരോ ദിവസവും ഉറപ്പുള്ളവനും ധൈര്യമുള്ളവനും വിശ്വാസമുള്ളവനും മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവനുമായിരുന്നു. മരണം വരെയും താൻ അത് ചെയ്തു. ഞാൻ ആളുകളോട് പറയാറുണ്ട്, ക്യാൻസറിന് അദ്ദേഹത്തെ കീഴടക്കാൻ പറ്റിയില്ല. ചെറുപ്പക്കാരനാണ്, ക്യാൻസറിന് അദ്ദേഹത്തെ കീഴടക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മൾ പ്രയാസത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിനൊരു നീക്കുപോക്കുണ്ടാകണമെന്ന്. പക്ഷേ പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും നടുവിൽ ആ പ്രശ്നം നമ്മളെ കീഴടക്കുന്നത് വളരെ ദുഃഖത്തോടുകൂടെ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടതായിട്ട് വരും. ചിലർ പറയും, അയ്യോ എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ കാര്യം എന്താ ഇങ്ങനെ ആയത്, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു, എനിക്ക് വേണ്ടി ഒത്തിരിയും ആളുകൾ പ്രാർത്ഥിച്ചു, പക്ഷേ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് അവർ വളരെ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ഈ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു കാര്യമില്ലെന്നേ, ഇതുകൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് നിരാശയോടെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? അവർ കടന്നു പോകുന്ന ആ സിറ്റുവേഷൻ അവരെ കീഴടക്കി. അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത രീതിയിൽ അവരെ കീഴടക്കി കളഞ്ഞു. അതാണ് അതിൻ്റെ കാരണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് ശക്തനാണെന്ന് ഞാൻ അറിയുന്നു, എന്നെ വിടുവിക്കുവാൻ ശക്തനാണെന്ന് ഞാൻ അറിയുന്നു. പക്ഷെ ഞാൻ ഇതിലൂടെ കടന്നു പോകാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ബലം നൽകണം, എനിക്കിത് സഹിക്കുവാനുള്ള കൃപ തരണം. വിശ്വാസത്തിൽ ഒട്ടും ക്ഷീണിച്ചു പോകുവാൻ ഇടയാകരുത്. ഈ കഷ്ടത എന്നെ കീഴടക്കുവാൻ ഇടയാകരുത്. എന്നിട്ട് നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. അപ്പം നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഈ പറയുന്ന കഷ്ടത ജീവിതത്തിൽ ഉള്ള പ്രതിസന്ധികളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്. രോഗം താഴോട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, ഒരുപക്ഷെ ജോലിയോടുള്ള ബന്ധത്തിലുള്ള ക്രൈസിസുകളായിരിക്കാം, ഒരുപക്ഷെ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ഒരുപക്ഷെ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന എതിർപ്പുകളായിരിക്കാം, ഒരുപക്ഷെ സഭയായി നമ്മൾ നേരിടുന്ന എതിർപ്പുകളായിരിക്കാം. അതിൻ്റെ നടുവിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ആവശ്യമാണ്. കാരണം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്ന ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അല്ലാത്തവർ പ്രാർത്ഥിക്കണ്ടായോ എന്നുള്ളൊരു ചോദ്യം വരും. ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. പക്ഷേ എടുത്തു പറഞ്ഞേക്കുക, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം ഒന്നുകൂടെ നമ്മൾ പ്രാർത്ഥനയിൽ
ഉറ്റിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം നമ്മളെ ബലപ്പെടുത്തുന്നത് കർത്താവാണ്. കർത്താവാണ് സമാധാനത്തിൻ്റെ ഉറവിടം. കർത്താവാണ് ശക്തിയുടെ ഉറവിടം. കർത്താവാണ് നമ്മുടെ ഹൃദയത്തിൽ ധൈര്യം നൽകുന്നത്. കർത്താവാണ് നമ്മളെ നിലനിർത്തുന്നത്. കർത്താവിൻ്റെതാണ് കൃപ. അപ്പം നമ്മൾ സോഴ്സുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് വേണം. കഷ്ടതയുടെ നടുവിലൂടെ പോകുമ്പം ദൈവത്തോട് ആലോചന ചോദിക്കണം. കൃപ മാത്രമല്ല, കർത്താവിനോട് ആലോചന ചോദിക്കണം. എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കർത്താവേ? എൻ്റെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ഞാൻ ഇതിൻ്റെ നടുവിലും എങ്ങനെയാണ് നിൽക്കേണ്ടത്? ഇതിൻ്റെ നടുവിലും അങ്ങയുടെ നാമം ഞാൻ എങ്ങനെയാണ് ഉയർത്തേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കേണ്ട ചോദ്യങ്ങളാണ്, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ പലപ്പോഴും നമ്മൾ ഒറ്റ ഫോർമുല മാത്രമേ ഉള്ളൂ നമുക്ക്, കർത്താവെ കഷ്ടത നീക്കണം. പക്ഷെ ആ കഷ്ടത ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താനാണെങ്കിലോ, ആ കഷ്ടത ഒരുപക്ഷെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതിനാണെങ്കിലോ, ആ കഷ്ടത ഒരുപക്ഷെ നമ്മളിൽ സിദ്ധത ഉളവാക്കുന്നതിന് വേണ്ടിയുള്ളതാണെങ്കിലോ, ആ കഷ്ടത ഒരുപക്ഷെ നമുക്ക് വേണ്ടി മറ്റു വഴികളെ തുറക്കേണ്ടതിനാണെങ്കിലോ, ആ കഷ്ടത ഒരുപക്ഷെ നമ്മളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണെങ്കിലോ, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ഒറ്റയടിക്ക് പ്രാർത്ഥിക്കുന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം, നമ്മുടെ വാക്കുകൾ എസ് എസ് എന്നും നോ നോ എന്നും ആയിരിക്കണം. ഇത് പ്രാക്ടീസിലൂടെ കടന്നു വരുന്നത്. ഇത് ഞാൻ ആരായിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ എപ്പോഴും നമ്മൾ നിലനിർത്തുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അതേപടി തന്നെയാണ് ഈ പ്രാർത്ഥനയും. അപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ് ഐ കനോട്ട് ഡു എനിത്തിങ്. കർത്താവ് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. കർത്താവെ, ഇതിൻ്റെ നടുവിലും ഞാൻ അങ്ങയിൽ വസിക്കുവാനിടയാക്കണം. ഞാനിതിൻ്റെ നടുവിൽ, എൻ്റെ കഷ്ടതയുടെ നടുവിൽ ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയെ നിലനിന്നേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പം നമ്മൾ എന്നാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മളെല്ലാം സുഖജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. സുഖം ആഗ്രഹിച്ചുകൂടായോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ആഗ്രഹിക്കാം, അതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് മാത്രമാകരുത് നമ്മുടെ ലക്ഷ്യം. കർത്താവെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. ഇത് നമ്മുടെ ഇഷ്ടമായിട്ട് മാറണം. കർത്താവെ, അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാൻ എന്നെ ഇടയാക്കണം. ഇത് നമ്മുടെ ആഗ്രഹമായിട്ട് മാറണം. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് ഇവരോട് പറയുക, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഇനി ജീവിതത്തെ സുഖത്തിൽ കൂടെ പോവുകയാണെങ്കിൽ അവൻ എന്നാ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? പാട്ട് പാടട്ടെ. ഈ പാട്ടെന്ന് പറഞ്ഞേക്കുന്നത് പ്രൈസ് എന്നുള്ള അർത്ഥമാണ്. ലെറ്റ് ഹിം സിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ സ്തുതിക്കണം. കാര്യം അവൻ്റെ ജീവിതത്തിൽ ലഭിച്ച നന്മകളെ ഓർത്ത് അവൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കണം. ഈ നന്ദി പ്രകാശിപ്പിക്കാത്തവരാണെങ്കിൽ അവരുടെ സുഖത്തിൽ അവർ ദൈവവഴിയിൽ നിന്ന് മാറിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അവരുടെ ഹൃദയം അവർക്കുള്ള സാമ്പത്തിക നന്മകളിൽ അവർ അതിലേക്ക് ആശ്രയിക്കുന്നവരായി, അതുകൊണ്ട് എല്ലാ കാര്യവും സാധിക്കുമെന്നുള്ള ആ ചിന്താഗതി ഉള്ളവരായി തീരുവാൻ എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അവരെന്നാ ചെയ്യേണ്ടത്? എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ അർത്ഥം കഷ്ടത അനുഭവിക്കുന്നവർ ഒരിക്കലും സ്തുതിക്കേണ്ട എന്നുള്ളതല്ല. ഇവിടുത്തെ എംഫസിസ് നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ട ഏത് കാര്യമാണ്. കാര്യം സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ദൈവത്തോട് പറയത്തില്ല. ഇപ്പം തലവേദന ഇല്ലാത്ത ഒരുത്തൻ ഒരിക്കലും ദൈവത്തോട് പറയത്തില്ല, കർത്താവേ എൻ്റെ ശരീരത്തിലെ അസുഖങ്ങളെല്ലാം ഭേദമാക്കണമെന്ന് പറയത്തില്ല. എന്നാൽ അവൻ ദൈവത്തെ സ്തുതിക്കണം. അവന് ദൈവം ബലം കൊടുത്തതുകൊണ്ട്, അവന് ദൈവം ആരോഗ്യം കൊടുത്തതുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
ഈ സ്തുതി എന്താ നമ്മളിൽ ചെയ്യുന്നത്? ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന്, ഈ പാടുക എന്ന് പറഞ്ഞാൽ വെറുതെ പാട്ട് പാടുക എന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം ലെറ്റ് ഹിം സിങ് പ്രൈസ് എന്നവിടെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അവൻ സ്തുതി അർപ്പിക്കട്ടെ, സ്തോത്രം എന്ന യാഗം അർപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ സ്തോത്രം പറയുന്നവരായി വർദ്ധിച്ചു വരാണ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഏത് ഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൽ ശത്രു പ്രവർത്തിക്കാതിരിക്കുവാനുള്ള ഒരു മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ സ്തോത്രത്തിൽ കവിഞ്ഞു വരിക എന്നുള്ളതാണ്. ഇനി നമ്മൾ ചില സമയത്ത് ഈ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഇതിനൊരു ഒരു കുറുക്ക് വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ സ്തോത്ര 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 സ്തോത്രം ഇങ്ങനൊരു പറച്ചിൽ പറയുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. വണ്ടി അപകടത്തിലോട്ട് പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പാളിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്തോത്ര 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 സ്തോത്രം എന്ന് പറയും. എന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറയുന്ന ഒരു സ്തോത്രത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ആ വാക്ക് നമ്മളൊരു ജസ്റ്റ് ഒരു വലിയ അർത്ഥം കണ്ടെത്താത്ത ഒരു വാക്കായിട്ട് അത് മലയാളത്തിൽ അങ്ങ് മാറി. സ്തോത്രം, യു സിങ് പ്രൈസ്, യു ലെഫ്റ്റ് എ സോങ് ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്ന, പുകഴ്ത്തുന്ന, ദൈവത്തിന് നന്ദി കരയേറ്റുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ പാട്ടുകൾ നമ്മൾ പാടുന്നവരായി തീരണം. സ്തോത്രം ചെയ്യുന്ന ഒരുവൻ്റെ അടുക്കിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ശത്രു അവൻ്റെ പദ്ധതിയായിട്ട് വരത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശത്രു ആദ്യം കൊണ്ടുവരുന്ന കാര്യം എന്താ? അയ്യോ, നിന്റെ കൊച്ച് നല്ല മിടുക്കനായതുകൊണ്ട് ആ കാര്യം സാധിച്ചു, അവനെ പഠിപ്പിച്ച അധ്യാപകന്മാർ നീ വിട്ട ആ ക്ലാസ് ഉണ്ടല്ലോ, ആ സ്പെഷ്യൽ ക്ലാസ് കൊടുക്കാൻ വേണ്ടി വിട്ടിടം ഏറ്റവും ബെസ്റ്റായിരുന്നു, അത് നിനക്കത് കൊടുക്കാൻ പറ്റിയല്ലോ, നിന്റെ ജീവിതത്തിൽ നീ അത് സാധിച്ചിട്ടില്ല, പക്ഷേ നീ നിന്റെ കൊച്ചിനത് കൊടുത്തല്ലോ, നീ വളരെ. അപ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു പ്രൈഡ് തോന്നി, നമ്മുടെ ഹൃദയത്തിനകത്ത് എനിക്കത് ചെയ്തു, അത് നല്ലതായി, ഞാനങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ ഭാവി നല്ലതായി. നമ്മുടെ ഫോക്കസ് മുഴുവൻ ഇതെല്ലാം സാധ്യമാക്കി തന്ന ദൈവത്തിൽ നിന്ന് അങ്ങ് മാറി. പിശാച് പതുക്കെ ഇത് കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കൊണ്ടുതരും. നമ്മളത് കേട്ട് വിശ്വസിക്കുന്നു, നമ്മൾ ആ വഴിക്ക് പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അതേ സ്ഥാനത്ത്, കർത്താവേ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ എനിക്ക് ആവശ്യമായിട്ടുള്ള നന്മകൾ തന്ന് എൻ്റെ കുഞ്ഞിനെ അവിടെ വിടാൻ പറ്റിയതുകൊണ്ട് ഞാൻ നന്ദി കരയറ്റുന്നു കർത്താവേ. കർത്താവേ, എത്രയോ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വായിച്ചാൽ പോലും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഉള്ളൊരു ഭാഗ്യം കിട്ടാതിരിക്കുമ്പം, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ അതിലൂടെ പോകാൻ അങ്ങനെ എനിക്കൊരു ഭാഗ്യം തന്നല്ലോ, എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, അവൻ്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത ഈ കാര്യത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ആളുകളാണെങ്കിൽ നിശ്ചയമായിട്ടും പിശാച് ആ വിഷയത്തിൻ്റെ മേൽ അവരെ തോപ്പിക്കാൻ പറ്റത്തില്ല. പ്രൈഡ് അവരുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, അവരുടെ ആശ്രയത്തെ മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. ഓക്കെ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നല്ല ജോലിയുണ്ട്, കഴിഞ്ഞു പോകാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നല്ല രാജ്യത്താണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, സുരക്ഷിതരാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കുന്നവരായിരിക്കണം. നമ്മൾ ആരാധനയ്ക്കൊക്കെ കടന്നു വരുമ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ പറയാറുണ്ട്, നമ്മൾ എത്ര വട്ടം പറയണമെന്നറിയാമോ? ആരാധിക്കുക, നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. To abound in thanksgiving. This is the will for you in Christ Jesus. ദൈവഹിതമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അപ്പം നിശ്ചയമായിട്ടും നമ്മൾ
സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പാട്ട് പാടണം. ഇനി അടുത്ത ഒരു കാര്യം കൂടെ ഞാൻ വേഗത്തിൽ പറഞ്ഞ് നിർത്തുവാൻ തക്കോണം താല്പര്യപ്പെടുന്നു. ഈ കാര്യം നമ്മൾ അടുത്തൊരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അധികം ഇതിലേക്ക് ഇന്ന് സ്പെൻഡ് ചെയ്യാത്തത്. 14-ാമത്തെ വാക്യം പറയുക, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ. അത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ കഷ്ടം അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു. ഈ കാര്യം സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞേക്കുക. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. ഞാൻ എൻ്റെ സഭയിൽ ഇത് പറയാറുണ്ട്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടേക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ പെന്തിക്കോസ്ത് സഭകളിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പാസ്റ്റർ വേണമെങ്കിൽ അറിഞ്ഞു കണ്ട് വന്ന് ഞങ്ങളുടെ വിഷയത്തിന് പ്രാർത്ഥിക്കണം. ഇനി പാസ്റ്റർ വന്നില്ലെങ്കിൽ പാസ്റ്ററോട് ദേഷ്യമായി കഴിഞ്ഞു. പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചില്ല, പാസ്റ്റർ വന്ന് കണ്ടില്ല. ഇനി ആ വാക്കുകൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. You have to invite, you have to call, you have to tell them that I am sick. എന്താ അതിൻ്റെ കാരണം? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവം വെച്ചിരിക്കുന്ന ഓർഡറിനെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അത് കാണിക്കുന്നത്. കാരണം ഇടയന്മാരെന്ന് പറയുന്ന ആളുകൾ, മൂപ്പന്മാരെന്ന് പറയുന്ന ആളുകൾ ഇവരാത്മാക്കളുടെ മേൽ ജാഗരിക്കുന്ന ആളുകളാണ്. ഇവരെ ദൈവം വെച്ചിരിക്കുന്ന ഇടയന്മാരാ. ആത്മാക്കളെ പരിപാലിക്കുവാൻ വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആളുകളാണ്. അതിൻ്റെ അർത്ഥം അവരെല്ലാം തികഞ്ഞവരാണെന്നോ, അവരെല്ലാ കൃപാവരങ്ങളും നിറഞ്ഞവരാണെന്നോ, അവർ എല്ലാവരെക്കാട്ടിലും ഭയങ്കര മിടുക്കരാണെന്നോ ഒന്നുമല്ല. അതിൻ്റെ അർത്ഥം ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്നു, അത്രമാത്രം. അല്ലാതെ വേറൊന്നുമില്ല. ദൈവം അത് ആക്കി വെച്ചിരിക്കുന്നു. ദൈവം ആക്കി വെച്ചേക്കുന്ന അങ്ങനെയുള്ള ചില പൊസിഷൻസ് ഉണ്ട്. ഭർത്താവ് എന്ന് പറയുന്ന ആള് ആ കുടുംബത്തിൻ്റെ തലയാണ്. ഈസ് എ ഹെഡ് ഓഫ് ദ ഫാമിലി. എല്ലാം തികഞ്ഞവനായതുകൊണ്ടാണോ ആ പുള്ളിയെ ഹെഡാക്കിയേക്കുന്നത്? എല്ലാ ജ്ഞാനം ഉണ്ടായതുകൊണ്ടാണോ ഹെഡാക്കിയേക്കുന്നത്? അല്ലെന്നേ. ചിലർക്ക് ഒരു ബോധവും ഇല്ല, എന്നാലും അവനെ ദൈവം ആക്കി വെച്ചേക്കുക. അപ്പം ഈ ദൈവം വച്ചിരിക്കുന്ന സഭയിലെ ഓർഡറിനെ അംഗീകരിക്കുന്ന ഒരാളാണ് ഈ പ്രകാരം ചെയ്യുന്നത്. പാസ്റ്റർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അതിൽ നിന്ന് അദ്ദേഹം ആക്ടിവേറ്റ് ചെയ്യുക തൻ്റെ ഹീലിംഗ്. ഈ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചോണം. ആ ആളിലുള്ള വിശ്വാസമല്ല, കർത്താവിലുള്ള വിശ്വാസം. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യും. ഞാൻ പലപ്പോഴും ആളുകളോട് പറയാറുണ്ട്, ചില ആളുകൾ സഭയിൽ എഴുന്നേറ്റ് നിന്ന്, പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനൊരു വിഷയത്തിൽ കൂടെ പോകുന്നു. ചിലത് വളരെ അവരെ ബിലിറ്റിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കാവുന്ന, അല്ലെങ്കിൽ ഇതായിരുന്നു എന്നവരെക്കുറിച്ച് തിങ്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ അവർ ദൈവസഭയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സങ്കടത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനൊരു ഊരാക്കുടുക്കിൽ ചെന്ന് പെട്ടു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായി, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയും മൂപ്പന്മാരും പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിന് വലിയ വിടുതൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തമാശ രൂപേണ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അനേക വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ എൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ അന്നത്തെ ഞങ്ങളുടെ സഭയിൽ ഉള്ള വർഷിപ്പ് ലീഡേഴ്സ് ആയിരുന്നു ഇന്നത്തെ, അല്ലെങ്കിൽ ഞാൻ ആ പേര് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ, വളരെ അറിയപ്പെട്ട പ്രശസ്തയായ വലിയ വർഷിപ്പ് ലീഡറാണ് ഇന്ന് സഹോദരി. അന്ന് നല്ലോണം പാടുന്ന ആളാണ്. ഭർത്താവും അപ്രകാരമുള്ള ഒരാളാണ്. വളരെ ആത്മാർത്ഥമായി നല്ല സ്നേഹമുള്ള, ദൈവസഭയെയും ദൈവജനത്തെയും ഒക്കെ സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പം ഈ സഹോദരൻ ഈ വർഷിപ്പ് ലീഡ് ചെയ്ത് കഴിഞ്ഞേച്ച് അദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങും. അപ്പോൾ ഞങ്ങൾ കളിയാക്കുന്ന ഇങ്ങനെ, ഞാൻ പ്രസംഗിക്കുന്നവരുടെ പുള്ളി ഇങ്ങനെ പെട്ടെന്ന് പുള്ളിയുടെ തല ഇങ്ങനെ പുറകോട്ട് പോകും, ഉറങ്ങി. അപ്പം ഞങ്ങൾ പറയും, പുള്ളി ചോദിക്കുന്നത്
വായ് പാസ്റ്റർ വായ് ഇങ്ങനെ പോകുന്നു, വായ് എന്ന് പറയുന്നതാണെന്ന് പറഞ്ഞ് കളിയാക്കും. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് മുന്നോട്ട് വീഴും ഇങ്ങനെ. അപ്പം ഞങ്ങൾ പറയും യെസ് പാസ്റ്റർ എന്ന് പുള്ളി പറഞ്ഞല്ലേ എഗ്രി ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കും. നല്ല ഒരു സഹോദരനാണ്, നല്ല വർഷിപ്പ് ലീഡറാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർ ലോകപ്രശസ്തയായിട്ടുള്ള ഒരാളാണ്. ഇന്ന് ദൈവജനത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെയൊക്കെ അവിടെ വന്ന് അനേക സമയങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഒരു ദിവസം ഈ പ്രിയ സഹോദരൻ സഭയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, പ്രിയമുള്ളവരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ നല്ലോണം വർഷിപ്പ് ലീഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ചർച്ചിൽ ഇരുന്ന് കഴിയുന്നോണേ ആര് പ്രസംഗിച്ചാലും ഞാൻ അന്നേരം ഉറങ്ങും. ഞാൻ വചനം കേൾക്കാറില്ല. ഞാൻ അതിനുവേണ്ടി തലേരാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങാറുണ്ട്. എന്നാലാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ സഭായോഗത്തിന് വന്നിരിക്കുമ്പം എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഈ സഹോദരൻ സഭയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ പറയുമല്ലോ, ചിരിക്കണോ കരയണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം തന്നെ താഴ്ത്തി ദൈവസഭയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. ഞങ്ങൾ ആ പ്രിയ സഹോദരൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായില്ല. കാരണം നമ്മൾ നമ്മുടെ ആവശ്യം പറയുമ്പം അതിൻ്റെ അർത്ഥം, കർത്താവെ അങ്ങ് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാ, അങ്ങ് വെച്ചിരിക്കുന്ന വ്യവസ്ഥയാ, അങ്ങയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാ, ഞാനത് അനുസരിക്കുന്ന കർത്താവെ. എൻ്റെ ആത്മാവിന് വേണ്ടി ജാഗരിക്കുന്ന ആളാണ് ഞങ്ങളുടെ മൂപ്പൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അധ്യക്ഷൻ. ചില ആൾക്കാർ മറ്റുള്ള ആൾക്കാരെ കുറിച്ച് പറയും. ഞാൻ പറയട്ടെ, സഭ എന്ന് പറയുന്നത് ദൈവം വച്ചിരിക്കുന്ന ഒരു കവറും കൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറാണ്. ദൈവസഭ എന്ന് പറയുന്നത് അങ്ങനെ. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്, അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ദൈവരാജ്യത്തിൽ അതിൻ്റെ സ്ഥാനം ഏറ്റവും വലുതാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവരെ ഇൻവൈറ്റ് ചെയ്യാം, നിങ്ങളെല്ലാം കൂടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ മൾട്ടിപ്പിൾ മൂപ്പന്മാരുണ്ട്, ഒരു മൂപ്പനല്ല, ഒത്തിരി മൂപ്പന്മാരുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മൾ പല കാര്യങ്ങളും, നല്ല കാര്യങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ സമുദായിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ് കൂടുതൽ പെന്തിക്കോസ്തുകാർ. അവരോടുള്ള വെറുപ്പ് കാരണമാണോ എന്തുകൊണ്ടോ അവരുടെ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്ത് ദൂരെ കളഞ്ഞു. എനിക്ക് അവരോട് വളരെ ബഹുമാനമുള്ള ആൾക്കാരാണ്, ഞാൻ വളരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. കാരണം പലപ്പോഴും അവരുടെ ഭക്തിയും അവരുടെ ദൈവഭയവും ഒക്കെ കണ്ടു പഠിക്കാൻ ഒത്തിരിയുമുണ്ട്. കുഴപ്പങ്ങൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. എന്നാലും ഒത്തിരിയും ആളുകൾക്കുള്ള ആ ഭക്തിയും ആ സ്നേഹവും ഒക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം നിശ്ചയമായിട്ടും എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ദൈവവചനത്തിലെ ഒരു വ്യവസ്ഥയാണ്. ഇനി എണ്ണ പൂശുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് ഇതിൻ്റെ എക്സ്ട്രീമിൽ പോയ കാര്യങ്ങളുണ്ട്. ദേഹം മുഴുവൻ എണ്ണ ഇട്ട് ഉഴിച്ചിൽ നടത്തി പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ അങ്ങനെ വന്ന് കൊലപാതകത്തിൽ എൻഡ് ചെയ്ത കേസുകൾ എനിക്കറിയാം. അതല്ല ഉദ്ദേശിക്കുന്നത്. അനോയിൻറ്റിങ് ഓയിൽ എന്ന് പറഞ്ഞാൽ യു ഓൺലി പുട്ട് ഓൺ യുവർ ഫോർഹെഡ്. തലയിൽ എണ്ണ ഒഴിക്കുന്ന അനുഭവത്തെക്കുറിച്ച്. അപ്പം എണ്ണ പൂശുക എന്ന് ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. എണ്ണയ്ക്ക് വല്ല ശക്തിയുണ്ടോ? ഇല്ല. ഒഴിക്കുന്ന പാസ്റ്റർക്ക് വല്ല ശക്തിയുണ്ടോ? ഇല്ല. പക്ഷേ ദൈവവചനത്തിന് ശക്തിയുണ്ട്. അനുസരണം, നമ്മൾ ദൈവവചനത്തിന് കീഴ്പ്പെടുമ്പോൾ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പം നിശ്ചയമായിട്ടും ഇത് ദൈവം വച്ചിരിക്കുന്ന ഒരു ഓർഡറാണ്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും വിശദമായി അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുക. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും.
ആ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചോണേ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. The prayer of faith shall save him that is sick. അവനെ രക്ഷിക്കും, അവനെ വിടുവിക്കും. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ അവനെ രക്ഷിക്കുന്നത് അവൻ്റെ അവിശ്വാസവും ആ രോഗം അവനെ തകർത്ത് കളയാമാകുന്ന അവസ്ഥകളിൽ നിന്നുമായിരിക്കും അവനെ രക്ഷിക്കുന്നത്. ചിലപ്പോൾ അവന് കംപ്ലീറ്റ്ലി ആ രോഗത്തിൻ്റെ മേലുള്ള വിടുതലായിരിക്കും ദൈവം കൊടുക്കുന്നത്. പക്ഷെ എന്തു തന്നെയാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ആ രോഗം അവനെ തൊടാതെ വണ്ണമുള്ള അവസ്ഥയിൽ ദൈവം അവന് വിടുതൽ നൽകും. ഞാൻ അവിടെ കൊണ്ടിത് നിർത്തുകയാണ്. കാര്യം ഇതൊരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുവാൻ തക്കൊണ്ട് ഞാൻ താല്പര്യപ്പെടുന്നു. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. നോക്ക് എന്ത് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നോക്ക്, ദൈവം ഒരുവന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഈ ഓർഡറുകളൊക്കെ തെറ്റിക്കുന്നു. നമ്മളിതിനൊന്നും വലിയ വാല്യൂ കൊടുക്കാറില്ല, നമ്മളിതിനൊന്നും വലിയ കാര്യം കൊടുക്കാറില്ല. ദൈവസഭ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പം ദൈവശക്തിയുടെ വ്യാപാര കേന്ദ്രമായിട്ട് മാറും. ഇന്ന് രാത്രി ഈ വചനത്തിന് കീഴ്പ്പെടുന്നവരായിട്ട് നമുക്ക് തീരാം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങൾ എന്നെ ഓർത്തും പ്രാർത്ഥിക്കുക. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ശാരീരികമായിട്ട് വിവിധ തരത്തിലുള്ള പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ഈ സംസാരത്തിനുള്ള ഐ സ്ട്രഗിൾഡ് എ ലോട്ട് ടു സ്പീക്ക് tonight. പക്ഷേ ദൈവം എന്നെ ബലപ്പെടുത്തി. നിശ്ചയമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം ഞങ്ങൾക്ക് ഇന്ന് രാത്രി കേൾക്കുവാൻ അങ്ങ് അവസരം തന്നല്ലോ. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായും അങ്ങയുടെ വചനത്തിന് കീഴ്പ്പെടുന്നവരായിരിക്കുവാൻ ഇടയാകണം. എൻ്റെ സഹോദരങ്ങളുടെ മേല് അങ്ങ് സൗഖ്യമായിക്കണമേ കർത്താവെ. അവരുടെ ശരീരത്തിൻ്റെ മേലുള്ള രോഗത്തിൻ്റെ അവസ്ഥ മാറട്ടെ. അവരുടെ ആത്മാവിൽ ഉള്ള വൂണ്ടുകൾ കർത്താവെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറട്ടെ. മാനസികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഹീലിംഗ് അവർക്ക് ആവശ്യമാണെങ്കിൽ കർത്താവെ അത് നൽകുമാറാകണം. ഇന്ന് പകൽക്കാലം കർത്താവെ, അവരുടെ ജീവിതം ഏറ്റവും ധന്യവും അങ്ങയുടെ നാമത്തിന് ചേർന്നതും എപ്പോഴും ജയാളികളായിരിക്കുവാനും അവരെ ഇടയാക്കണം. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.